ആകാശവാണി 79ാമത് സ്വാതന്ത്ര്യദിനത്തിൻ്റെ പൂർവ്വസന്ധ്യയിൽ രാഷ്ട്രപതി ശ്രീമതി ദ്രൗപദി മുർമു രാഷ്ട്രത്തോടായി നടത്തിയ പ്രക്ഷേപണത്തിൻ്റെ മലയാള പരിഭാഷ ഇപ്പോൾ കേൾക്കാം. എൻ്റെ പ്രിയ സഹപൗരജനങ്ങളെ, സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ച് നിങ്ങൾ എല്ലാവർക്കും എൻ്റെ ഹൃദയംഗമമായ ആശംസകൾ. ഓരോ ഭാരതീയനും ആഹ്ലാദാവേശങ്ങളോടെ നമ്മുടെ സ്വാതന്ത്ര്യദിനവും റിപ്പബ്ലിക് ദിനവും ആഘോഷിക്കുന്നത് നാം എല്ലാവരിലും അഭിമാനം പകരുന്ന വസ്തുതയാണ്. അന്തസ്സുറ്റ ഭാരതീയരാണ് നാം എല്ലാവരും എന്നത് സവിശേഷമായി ഓർമ്മിപ്പിക്കുന്നവയാണ് ഈ 2 ദിനങ്ങളും. നമ്മുടെ ഏകോപിത സ്മരണയിൽ മുദ്രിതമായിരിക്കുന്ന ദിനമാണല്ലോ ഓഗസ്റ്റ് 15. വിദേശ ഭരണത്തിന്റെ ദീർഘമായ വർഷങ്ങളിൽ ഭാരതീയരുടെ എത്രയോ തലമുറകൾ സ്വാതന്ത്ര്യദിനത്തെപ്പറ്റി സ്വപ്നം കണ്ടിരുന്നു. സ്ത്രീ പുരുഷ പ്രായഭേദമന്യേ രാജ്യത്തിന്റെ മുക്കിലും മൂലയിലുമുള്ള ജനങ്ങളൊക്കെ വിദേശാധിപത്യത്തിന്റെ നുകം വലിച്ചെറിയാൻ വെമ്പൽ കൊണ്ടു. സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള അവരുടെ ഉറച്ച ശുഭാപ്തി വിശ്വാസത്തോടെയുള്ള പോരാട്ടം സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷവും രാഷ്ട്രപുരോഗതിയുടെ ചാലകശക്തിയായി പ്രവർത്തിക്കുന്നു. നാളെ നാം പാറിപ്പറക്കുന്ന ത്രിവർണ പതാകയ്ക്ക് അഭിവാദ്യമർപ്പിക്കുമ്പോൾ നാടിന്റെ വിമോചനത്തിനായി ജീവൻ ബലിയർപ്പിച്ച സ്വാതന്ത്ര്യസമര സേനാനികളുടെയെല്ലാം കെടാത്ത സ്മരണയ്ക്കു മുന്നിൽ ആദരാഞ്ജലി അർപ്പിക്കുക കൂടിയാണ്. അവരുടെ ഉജ്ജ്വലമായ ത്യാഗത്തിന്റെ ഫലമാണ് 78 വർഷം മുൻപ് ഓഗസ്റ്റ് 15 നാം നേടിയ സ്വാതന്ത്ര്യം. പൊരുതി നേടിയ സ്വാതന്ത്ര്യത്തിന് ശേഷം നാം പ്രായപൂർത്തി വോട്ടവകാശം നടപ്പാക്കിയ ജനാധിപത്യ രാഷ്ട്രമായി മാറി. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, ഭാരത ജനത തങ്ങളുടെ ഭാഗധേയം നിർണയിക്കുന്നതിനുള്ള അധികാരം തങ്ങളിൽ തന്നെ നിക്ഷിപ്തമാക്കി. മറ്റു ജനാധിപത്യ രാജ്യങ്ങളിലുണ്ടായിരുന്നതുപോലെ ലിംഗ ജാതി മതങ്ങളുടെയോ മറ്റ് ഘടകങ്ങളുടെയോ പേരിലുള്ള ഏതെങ്കിലും നിയന്ത്രണം നമ്മുടെ വോട്ടവകാശത്തിനുണ്ടായില്ല. അങ്ങനെ ഒട്ടനവധി വെല്ലുവിളികളുണ്ടായിരുന്നിട്ടും രാഷ്ട്രം ജനാധിപത്യ ഭരണക്രമത്തിലേക്ക് വിജയകരമായി പരിണമിച്ചു. പ്രാചീനമായ നമ്മുടെ ജനാധിപത്യ സംസ്കാരത്തിന്റെ സ്വാഭാവിക പ്രതിഫലനമായിരുന്നു ആ പരിണാമം. ലോകത്തിലെ ഏറ്റവും പ്രാചീനമായ പരമാധികാര രാഷ്ട്രങ്ങൾ ഭാരതത്തിലായിരുന്നു. ഭാരതത്തെ ജനാധിപത്യ സംവിധാനത്തിന്റെ മാതാവ് എന്ന് തന്നെ ശരിയായി വിശേഷിപ്പിക്കാം. നാം നടപ്പാക്കിയ ഭരണഘടന നമ്മുടെ ജനാധിപത്യത്തിന് അടിത്തറയേകുകയും ചെയ്തു. ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്ന ഒട്ടനവധി ജനാധിപത്യ സ്ഥാപനങ്ങൾക്ക് നാം രൂപം നൽകുകയും ചെയ്തു. നമ്മുടെ ഭരണഘടനയ്ക്കും ജനാധിപത്യത്തിനും നാം മറ്റെന്തിനുമുപരി വില കൽപ്പിക്കുന്നു. കഴിഞ്ഞ കാലത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ രാഷ്ട്രം വിഭജിക്കപ്പെട്ടതിന്റെ കൊടിയ വേദന ഒരിക്കലും വിസ്മരിക്കാൻ പാടുള്ളതല്ല. ഇന്ന് നാം വിഭജൻ വിഭിഷിക സ്മൃതി ദിനമായി ആചരിച്ചു. വിഭജനത്തെ തുടർന്ന് ഭീകരമായ അക്രമം പൊട്ടിപ്പുറപ്പെടുകയും ദശലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് നാടും വീടും വിട്ടോടേണ്ടി വരികയും ചെയ്തു. ചരിത്രപരമായ ആ പിഴകളുടെ ഇരകൾക്ക് ഇന്ന് നാം ആദരാഞ്ജലി അർപ്പിക്കുന്നു. പ്രിയപ്പെട്ട സഹപൗരജനങ്ങളെ, നമ്മുടെ ഭരണഘടന ഉൾക്കൊള്ളുന്ന 4 മൂല്യങ്ങൾ നമ്മുടെ ജനാധിപത്യത്തിന്റെ നെടുംതൂണുകളായി നിലകൊള്ളുന്നു. നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവയാണ് ആ മൂല്യങ്ങൾ. സ്വാതന്ത്ര്യ സമരവേളയിൽ നാം വീണ്ടും കണ്ടെത്തിയ നമ്മുടെ പ്രാചീന നാഗരിക തത്വങ്ങളാണവ. അത്തരം തത്വങ്ങളുടെ പ്രഭവകേന്ദ്രം മനുഷ്യന്റെ ആത്മാഭിമാനത്തെപ്പറ്റിയുള്ള മഹത് സങ്കല്പമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനുഷ്യരെല്ലാം തുല്യരാണ്, ഒരേ അന്തസ്സുറ്റ സമീപനം അർഹിക്കുന്നവർ. ആരോഗ്യരക്ഷയിലും വിദ്യാഭ്യാസത്തിലും തുല്യലഭ്യതയും അവകാശവും എല്ലാവർക്കും ഉണ്ടാകണം. അതുപോലെ തുല്യ അവസരങ്ങളും എല്ലാവർക്കും ഉണ്ടാകണം. ഈ രംഗങ്ങളിൽ പരമ്പരാഗതമായി ചില കോട്ടങ്ങൾ സംഭവിച്ചു പോയവർക്ക് സഹായഹസ്തം നീട്ടേണ്ടത് ആവശ്യമാണ്. ഈ തത്വങ്ങളെല്ലാം മനസ്സിന്റെ മുൻനിരയിലെ ആദർശങ്ങളായി ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ടാണ് 1947 നാം പുതിയൊരു യാത്ര ആരംഭിച്ചത്. ദീർഘകാലത്തെ വിദേശ ഭരണത്തിനു ശേഷം സ്വാതന്ത്ര്യലബ്ധിയുടെ വേളയിൽ തീർത്തും ദരിദ്രമായിരുന്നു ഭാരതം. എന്നാൽ അതിനുശേഷമുള്ള 78 വർഷത്തെ കാലയളവിനുള്ളിൽ നാം സമസ്ത മേഖലകളിലും അസാധാരണ പുരോഗതിയാണ് കരഗതമാക്കിയത്. എല്ലാ അർത്ഥത്തിലും സ്വയം പര്യാപ്തമായ രാഷ്ട്രമായി തീരാനുള്ള പാതയിലൂടെ നാം തികഞ്ഞ ആത്മവിശ്വാസത്തോടെ മുന്നോട്ടുള്ള കുതിപ്പിലാണ്. സാമ്പത്തിക മേഖലയിൽ നാം കൈവരിച്ച നേട്ടങ്ങൾ അങ്ങേയറ്റം ശ്രദ്ധേയമാണ്. മൊത്ത ആഭ്യന്തര ഉൽപ്പാദനത്തിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം 6.5% വളർച്ച നേടിക്കൊണ്ട് ലോകത്തെ പ്രധാന സമ്പദ്ഘടനകൾക്കിടയിൽ ഏറ്റവും ദ്രുത വളർച്ച നേടുന്ന രാഷ്ട്രമായി മാറിയിരിക്കുകയാണ് ഇന്ത്യ. ആഗോള സാമ്പത്തിക രംഗം സമ്മർദ്ദത്തിലായിരിക്കുമ്പോഴും
ആഭ്യന്തര ഉപഭോഗം മുന്നോട്ടുള്ള പാതയിൽ തന്നെ. നാണയപ്പെരുപ്പം നിയന്ത്രണ വിധേയമായി നിലനിൽക്കുന്നു. കയറ്റുമതി വർദ്ധിക്കുന്നു. എല്ലാ സൂചകങ്ങളും വിരൽ ചൂണ്ടുന്നത് സാമ്പത്തിക നിലയുടെ അരോഗദൃഢാവസ്ഥയിലേക്ക് തന്നെയാണ്. കർഷകരുടെയും തൊഴിലാളികളുടെയും കഠിനാധ്വാനവും അർപ്പണബോധവും അതോടൊപ്പം ശ്രദ്ധാപൂർവം ആവിഷ്കരിച്ചു നടപ്പാക്കിയ പരിഷ്കരണങ്ങളും വിദഗ്ധമായ സാമ്പത്തിക കാര്യനിർവഹണവുമാണ് നമ്മെ ഈ നേട്ടത്തിലേക്ക് എത്തിച്ചത്. സദ്ഭരണത്തിലൂടെ വലിയൊരു വിഭാഗം ജനങ്ങളെ ദാരിദ്ര്യരേഖയ്ക്ക് മേലേക്ക് ഉയർത്താൻ നമുക്ക് സാധ്യമായി. പാവപ്പെട്ടവർക്കും ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലെത്തിയെങ്കിലും ഇപ്പോഴും ദുർബലരായവർക്കും വേണ്ടി ഒട്ടേറെ ക്ഷേമ പദ്ധതികൾ ആവിഷ്കരിച്ചു നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് സർക്കാർ. ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലുള്ളവർ വീണ്ടും താഴേക്ക് പോകാതിരിക്കാനുള്ള നടപടികളും കൈക്കൊള്ളുന്നു. സാമൂഹിക സേവനങ്ങൾക്കായുള്ള വർദ്ധിച്ച ചെലവഴിക്കൽ ഈ നടപടികളെ പ്രതിഫലിപ്പിക്കുന്നു. വരുമാന അസമത്വം കുറയുന്നു. പ്രാദേശിക തലത്തിലെ അസമത്വവും അതിവേഗം അപ്രത്യക്ഷമായി വരികയാണ്. സാമ്പത്തിക പ്രകടനത്തിൽ പിൻനിരയിലായിരുന്ന സംസ്ഥാനങ്ങളും പ്രദേശങ്ങളും അവരുടെ യഥാർത്ഥ ശേഷി പുറത്തെടുത്തുകൊണ്ട് മുൻനിരയിലുള്ളവയ്ക്ക് ഒപ്പം എത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ വാണിജ്യരംഗത്തെ നേതാക്കളും ചെറുകിട ഇടത്തരം വ്യവസായങ്ങളും വ്യാപാരികളും തങ്ങൾക്കിത് ചെയ്യാനാകുമെന്ന ഊർജ്ജസ്വലത എന്നും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. സാമ്പത്തികോൽപാദന പാതയിലെ തടസ്സങ്ങൾ നീക്കം ചെയ്യുക എന്നതായിരുന്നു ആവശ്യം. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ കഴിഞ്ഞ ദശകം കൊണ്ട് കൈവരിച്ച നേട്ടത്തിൽ ഇത് ദൃശ്യമാണ്. ഭാരത്മാല പരിയോജനയ്ക്ക് കീഴിൽ ദേശീയപാതാ ശൃംഖലയെ വികസിപ്പിക്കാനും ശക്തിപ്പെടുത്താനും നമുക്ക് കഴിഞ്ഞു. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച കോച്ചുകളും ട്രെയിനുകളും ഉൾപ്പെടുത്തി റെയിൽവേയും നൂതനമാകുന്നു. കശ്മീർ താഴ്വരയെ റെയിൽവേ ശൃംഖലയുമായി യോജിപ്പിച്ചത് ഈയിടെ നാം കൈവരിച്ച പ്രധാന നേട്ടങ്ങളിലൊന്നാണ്. പ്രദേശത്തിന്റെ വ്യാപാര വിനോദസഞ്ചാര വികസനത്തിനും തദ്വാര പുതിയ സാമ്പത്തിക സാധ്യതകൾ തുറന്നുകൊടുക്കാനും ഉപകരിക്കുന്നതാണ് ഈ റെയിൽ ബന്ധം. കശ്മീരിലെ ഈ എഞ്ചിനീയറിംഗ് അത്ഭുതം നാടിന്റെ ചരിത്രത്തിലെ നാഴികക്കല്ലാണ്. അതിവേഗ നഗരവൽക്കരണത്തിന്റെ പാതയിലാണ് രാഷ്ട്രം. അതിനാൽ നഗരങ്ങളുടെ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്ന കാര്യത്തിൽ സർക്കാർ സവിശേഷ ശ്രദ്ധ നൽകി വരികയാണ്. നഗരഗതാഗത പരിഷ്കരണത്തിന്റെ താക്കോൽ സ്ഥാനത്തുള്ള മെട്രോ റെയിൽ സർക്കാർ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ഒരു ദശകത്തിൽ മെട്രോ റെയിൽ നിലവിൽ വന്ന നഗരങ്ങളുടെ എണ്ണത്തിൽ എത്രയോ ഇരട്ടി വർധനയുണ്ടായി. അടൽ മിഷൻ ഫോർ റീജുവനേഷൻ ആൻഡ് അർബൻ ട്രാൻസ്ഫോർമേഷൻ അഥവാ അമൃത് കൂടുതൽ ഗൃഹങ്ങളെ കുടിവെള്ള വിതരണത്തിന്റെയും മലിനജല നിർമ്മാർജ്ജനത്തിന്റെയും ശൃംഖലകളുമായി ബന്ധപ്പെടുത്തുന്നതിനുള്ള നടപടികൾ ഉറപ്പാക്കിക്കഴിഞ്ഞു. അടിസ്ഥാന ജീവിത സൗകര്യങ്ങൾ പൗരജനങ്ങളുടെ ന്യായയുക്തമായ അവകാശമാണെന്ന് സർക്കാർ കരുതുന്നു. ഗ്രാമീണ ഭവനങ്ങളിൽ കുടിവെള്ള വിതരണം നടത്തുന്നതിനുള്ള ജൽജീവൻ മിഷനും പുരോഗതിയുണ്ടാക്കുന്നു. ലോകത്തെ തന്നെ ഏറ്റവും ബൃഹത്തായ ആരോഗ്യ പരിരക്ഷാ പദ്ധതിയായ ആയുഷ്മാൻ ഭാരതിന്റെ കീഴിൽ തുടങ്ങിവച്ചിട്ടുള്ള ഒട്ടനവധി സംരംഭങ്ങൾ മൂലം ആരോഗ്യമേഖലയിൽ ഒരു വൻ ദിശാമാറ്റത്തിന് തന്നെ നാം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. 55 കോടിയിലധികം ജനങ്ങളെയാണ് ഇതിനകം ആയുഷ്മാൻ ഭാരതിന്റെ കുടക്കീഴിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുള്ളത്. വരുമാനം കണക്കിലെടുക്കാതെ രാജ്യത്തെ 70 വയസ്സും അതിനു മുകളിലും പ്രായമുള്ള എല്ലാ മുതിർന്ന പൗരജനങ്ങളിലേക്കും പദ്ധതിയുടെ ഗുണഫലം നീട്ടിയിട്ടുണ്ട്. ഈ രംഗത്തെ അസമത്വങ്ങൾ തുടച്ചുമാറ്റുന്നതോടെ ദരിദ്രർക്കും താഴെത്തലത്തിലെ മധ്യവർഗത്തിനും ഏറ്റവും മികച്ച ആരോഗ്യ സൗകര്യങ്ങളുടെ ഗുണഫലങ്ങൾ ലഭ്യമാകും. ഈ ഡിജിറ്റൽ യുഗത്തിൽ രാജ്യത്ത് ഏറ്റവും നാടകീയമായ പുരോഗതി നേടിയ മേഖലയായി മാറിയിരിക്കുകയാണ് വിവരസാങ്കേതിക വിദ്യയുടേത്. രാജ്യത്തെ ഏതാണ്ട് എല്ലാ ഗ്രാമങ്ങൾക്കും 4G മൊബൈൽ ശൃംഖലാ ബന്ധം കൈവന്നു കഴിഞ്ഞിരിക്കുന്നു. അവശേഷിച്ചവയിലേക്കും ഈ സൗകര്യം ഉടൻ എത്തിച്ചേരും. ഡിജിറ്റൽ പണമടയ്ക്കൽ സാങ്കേതിക വിദ്യയിലേക്ക് വൻതോതിൽ മാറാനുള്ള സാഹചര്യം ഇതിലൂടെ ഉണ്ടായി. ചുരുങ്ങിയ കാലം കൊണ്ട് രാഷ്ട്രം ഈ സാങ്കേതിക വിദ്യയുടെ ലോക നേതൃത്വത്തിലെത്തിക്കഴിഞ്ഞു. ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ ഗുണഫലങ്ങളിൽ മറ്റൊന്ന് ക്ഷേമ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ ഗുണഭോക്താക്കളുടെ കയ്യിൽ വീഴ്ചയോ ചോർച്ചയോ കൂടാതെ നേരിട്ടെത്തുമെന്നതാണ്. ഇതാണ് സാങ്കേതിക വിദ്യയുടെ പിന്തുണയോടെയുള്ള ഡയറക്റ്റ് ബെനഫിറ്റ് ട്രാൻസ്ഫർ. ലോകമാകെയുള്ള ഡിജിറ്റൽ പണമിടപാടുകളിൽ പകുതിയിൽ കൂടുതലും നടക്കുന്നത് ഇന്ന് ഭാരതത്തിലാണ്. ഈ വികാസം രാജ്യത്ത് ഊർജിതമായൊരു ഡിജിറ്റൽ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് ജന്മം നൽകിക്കഴിഞ്ഞു. രാഷ്ട്രത്തിന്റെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനത്തിൽ ഡിജിറ്റൽ സാമ്പത്തിക വ്യവസ്ഥയുടെ സംഭാവന വർഷം തോറും ഗണ്യമായി വർദ്ധിച്ചുവരുന്നു.
സാങ്കേതിക വിദ്യാ വികാസത്തിൻ്റെ അടുത്ത ഘട്ടം നിർമ്മിത ബുദ്ധിയാണ്. അത് നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. രാഷ്ട്രത്തിൻ്റെ നിർമ്മിത ബുദ്ധിയുടെ രംഗത്തെ കഴിവുകൾ വികസിപ്പിക്കുന്നതിനായി സർക്കാർ ഇന്ത്യ AI മിഷൻ എന്ന ദൗത്യത്തിന് തുടക്കമിട്ട് കഴിഞ്ഞു. ഭാരതത്തിൻ്റെ സവിശേഷമായ ആവശ്യകതകൾക്ക് ഉതകുന്ന വിധത്തിലുള്ള AI മാതൃകകൾ നിർമ്മിക്കുന്നതിന് ഇത് സഹായകരമാകും. 2047 ഭാരതത്തെ ഒരു ആഗോള AI ഹബ്ബാക്കി മാറ്റാനാണ് നമ്മുടെ പരിശ്രമം. ഈ മേഖലയിലെ നേട്ടങ്ങൾ സാധാരണ ജനങ്ങൾക്ക് ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ ഉപയുക്തമാക്കുക എന്നതിലായിരിക്കും നാം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഒപ്പം AI-യുടെ സഹായത്തോടെ ഭരണരംഗം മെച്ചപ്പെടുത്തി അതുവഴി ജനജീവിതം മെച്ചപ്പെടുത്തുകയും ചെയ്യും. സാധാരണ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് ജീവിതചര്യകളുടെ ലഘൂകരണത്തിലും വ്യാപാര രംഗത്തെ ചുവടുകൾ എളുപ്പത്തിലാക്കുന്നതിലും തുല്യ പ്രാധാന്യം നൽകേണ്ടതുണ്ട്. പാർശ്വവൽക്കരിക്കപ്പെട്ടവരിലേക്ക് എത്തിച്ചേരുമ്പോഴും അവർക്ക് നൂതന അവസരങ്ങൾ തുറക്കുമ്പോഴുമാണ് വികസനം അതിൻ്റെ ലക്ഷ്യം നേടി എന്ന് പറയാനാകുക. കൂടാതെ സാധ്യമായ എല്ലാ മേഖലകളിലും നാം സ്വയം പര്യാപ്തത വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള ഈ ശ്രമം വികസിത ഭാരതമായി മാറാനുള്ള നമ്മുടെ യാത്രയുടെ ഗതിവേഗം വർദ്ധിപ്പിക്കുകയും നമ്മുടെ ആത്മവിശ്വാസത്തിന് മുതൽക്കൂട്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 7 കൈത്തറി നെയ്ത്തുകാർക്കും അവരുടെ ഉൽപ്പന്നങ്ങൾക്കും ആദരമർപ്പിക്കുന്ന ദേശീയ കൈത്തറി ദിനം നാം ആഘോഷിക്കുകയുണ്ടായി. 1905 സ്വാതന്ത്ര്യ സമരകാലത്ത് ആരംഭിച്ച സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ സ്മരണാർത്ഥമാണ് 2015 മുതൽ നാം ഈ ദിനം ആഘോഷിച്ചു വരുന്നത്. രാജ്യത്തെ കലാകാരന്മാരുടെയും കരകൗശല വിദഗ്ധരുടെയും അനാദൃശ വൈഭവവും അവരുടെ ക്ലേശവും വിയർപ്പും കൂടിക്കലർന്ന സ്വദേശി ഉൽപ്പന്നങ്ങളുടെ പ്രചരണത്തിനും വേണ്ടി മഹാത്മാഗാന്ധിയാണ് സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ജീവചൈതന്യത്തിന് കരുത്തുപകർന്നത്. മേക്ക് ഇൻ ഇന്ത്യ ഇനീഷ്യേറ്റീവ്, ആത്മനിർഭർ ഭാരത് തുടങ്ങിയ ദേശീയ സംരംഭങ്ങൾക്ക് പ്രചോദനമേകുന്നതും സ്വദേശി എന്ന ആശയമാണ്. അതിനാൽ നമുക്ക് ഭാരതീയ ഉൽപ്പന്നങ്ങൾ വാങ്ങാനും ഉപയോഗിക്കാനും തീരുമാനമെടുക്കാം. പ്രിയപ്പെട്ട പൗരജനങ്ങളെ, സർവ്വതോന്മുഖമായ സാമ്പത്തിക വളർച്ചയും അതിനൊപ്പം സാമൂഹിക മേഖലയിലെ സംരംഭങ്ങളും ഒന്നിച്ചു ചേർന്ന് ഭാരതത്തെ 2047 ആകുമ്പോഴേക്കും വികസിത സമ്പദ്ഘടനയാക്കാനുള്ള പാതയിലൂടെ മുന്നോട്ട് നയിക്കുകയാണ്. അമൃത്കാൽ വേളയിൽ രാഷ്ട്രം മുന്നോട്ട് അടിവെച്ചു നീങ്ങുമ്പോൾ ഞാൻ ദർശിക്കുന്നത് ഓരോരുത്തരും തങ്ങളുടെ കഴിവിൻ്റെ പരമാവധി പ്രയത്നത്തിലൂടെ അതിന് കളമൊരുക്കുന്നതാണ്. സമൂഹത്തിൻ്റെ 3 വിഭാഗങ്ങളാണ് ഈ മുന്നേറ്റത്തിൻ്റെ നേതൃനിരയിലുള്ളതായി ഞാൻ കാണുന്നത്. യുവാക്കൾ, വനിതകൾ, വളരെക്കാലം പാർശ്വവൽകൃതരായി കഴിഞ്ഞ സമൂഹങ്ങൾ. നമ്മുടെ യുവാക്കൾ അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനുള്ള ഉചിതമായ പരിതസ്ഥിതി ഒടുവിൽ കണ്ടെത്തിയിരിക്കുന്നു. ദേശീയ വിദ്യാഭ്യാസ നയം പഠനത്തെ മൂല്യങ്ങളോടും തൊഴിൽ വൈദഗ്ധ്യത്തെ പാരമ്പര്യത്തോടും സമന്വയിപ്പിക്കുന്നതിലൂടെ ഈ മേഖലയിൽ ദൂരവ്യാപകമായ മാറ്റങ്ങൾ ഉളവാക്കിയിരിക്കുകയാണ്. തൊഴിലവസരങ്ങൾ വൻതോതിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. വ്യവസായ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായൊരു ജൈവ വ്യവസ്ഥ രാജ്യത്ത് സർക്കാർ സൃഷ്ടിച്ചിരിക്കുന്നു. ബഹിരാകാശ ദൗത്യങ്ങളുടെ രംഗത്ത് യുവമനസ്സുകൾ നൽകുന്ന ഊർജം അഭൂതപൂർവമായ വികസനത്തിന് കളമൊരുക്കിയിരിക്കുന്നു. ശുഭാംശു ശുക്ലയുടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള പ്രയാണം ഭാരതത്തിലെ യുവാക്കൾക്കെല്ലാം തന്നെ വലിയ സ്വപ്നങ്ങൾ കാണാൻ പ്രേരണ നൽകുന്നു. ബഹിരാകാശത്തേക്ക് മനുഷ്യനെ അയക്കാനുള്ള ഭാരതത്തിൻ്റെ ഗഗൻയാൻ പദ്ധതിക്ക് ഏറ്റവും സഹായകമായ ഒന്നായിരിക്കും ഇത്. പുതിയൊരു ആത്മവിശ്വാസത്തിൽ ത്രസിക്കുന്ന നമ്മുടെ പുതുതലമുറ കായിക രംഗങ്ങളിൽ അവരുടെ മുദ്ര പതിപ്പിക്കുന്നു. ഉദാഹരണത്തിന്, അന്താരാഷ്ട്ര ചെസ്സിൽ മുമ്പില്ലാത്തവണ്ണം ഇന്ന് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് നമ്മുടെ കുട്ടികളാണ്. ദേശീയ കായിക നയം 2025 ഉൾക്കൊള്ളിച്ചിട്ടുള്ള ദർശനത്തിനനുസരിച്ച് ഇന്ത്യയെ ആഗോള കായിക ശക്തി കേന്ദ്രമാക്കി തീർക്കുന്ന പരിവർത്തനപരമായ മാറ്റങ്ങൾ നമുക്ക് ദീർഘദർശനം ചെയ്യാനാകും. നമ്മുടെ പെൺമക്കളാണ് നമ്മുടെ അഭിമാനം. എല്ലാ തടസ്സങ്ങളും മറികടന്നുകൊണ്ട് അവർ സമസ്ത മേഖലകളിലും മുന്നേറുകയാണ്. പെൺകുട്ടികളുടെ മികവിൻ്റെയും ശാക്തീകരണത്തിൻ്റെയും ശേഷിയുടെയും ഏറ്റവും പ്രകടിത മേഖലകളിലൊന്നാണ് കായികരംഗം. 19-38 വയസ്സു പ്രായമുള്ള 2 ഇന്ത്യക്കാരികളാണ്
ഫിഡെ വനിതാ ചെസ് ലോകകപ്പ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിസ്റ്റുകളായി എത്തിയത്. തലമുറകളിലൂടെ വനിതകൾ ഈ രംഗത്ത് കൈവരിച്ചിട്ടുള്ള ലോകോത്തര നിലവാരത്തിനും സ്ഥിരതയാർന്ന പ്രകടനത്തിനും അടിവരയിടുന്നതാണ് ഈ പ്രകടനം. തൊഴിൽ രംഗത്തെ ലിംഗഭേദവും വളരെ വേഗം അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നു. നാരീശക്തി വന്ദൻ അധിനിയമിലൂടെ സ്ത്രീ ശാക്തീകരണം ഇനിമേൽ മുദ്രാവാക്യമല്ല, യാഥാർത്ഥ്യമാണ്. സമൂഹത്തിന്റെ വലിയൊരു ഭാഗം വരുന്ന പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വിഭാഗങ്ങളും ഇതര സമുദായങ്ങളും പാർശ്വവൽകൃതർ എന്ന പേരിൽ ചാർത്തപ്പെട്ട മുദ്ര വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുന്നു. വിവിധ പദ്ധതികളിലൂടെ അവരുടെ സാമൂഹിക സാമ്പത്തിക പ്രതീക്ഷകൾ യാഥാർത്ഥ്യമാക്കാൻ അവർക്ക് സജീവമായ സഹായഹസ്തവുമായി സർക്കാർ ഒപ്പമുണ്ട്. യഥാർത്ഥമായ ശേഷിയിലേക്ക് ഇന്ത്യ അതിവേഗം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പരിഷ്കരണങ്ങളും നയങ്ങളും ഫലപ്രദമായൊരു അടിത്തറയ്ക്ക് രൂപം നൽകിയിരിക്കുന്നതിനാൽ പ്രകാശമാനമായൊരു ഭാവി ഞാൻ മുന്നിൽ കാണുന്നു. അവിടെ നമ്മുടെയൊക്കെ സമ്പൽ സമൃദ്ധിക്കും ആനന്ദത്തിനും വേണ്ടി ഓരോരുത്തരും ഊർജ്ജസ്വലമായ സംഭാവന നൽകുന്നു. സ്ഥിരതയാർന്ന സദ്ഭരണത്തിലൂടെ അഴിമതിയോട് തരിമ്പും വിട്ടുവീഴ്ച ചെയ്യാതെ നാം ആ ഭാവിയിലേക്ക് മുന്നേറുകയാണ്. ഈ സന്ദർഭത്തിൽ മഹാത്മാഗാന്ധിയുടെ ഒരു പ്രധാനപ്പെട്ട പ്രസ്താവനയാണ് എൻ്റെ ഓർമ്മയിലെത്തുന്നത്. അദ്ദേഹം കുറിച്ച പ്രകാരം ഞാൻ ഉദ്ധരിക്കട്ടെ. അഴിമതിയും കാപട്യവും ജനാധിപത്യത്തിൻ്റെ അനുപേക്ഷണീയ ഘടകങ്ങളായി ഒരിക്കലും മാറാൻ പാടുള്ളതല്ല. ഗാന്ധിജിയുടെ സങ്കല്പം യാഥാർത്ഥ്യമാക്കാനും അഴിമതി തുടച്ചു നീക്കാനും നമുക്ക് പ്രതിജ്ഞയെടുക്കാം. പ്രിയപ്പെട്ട സഹപൗരജനങ്ങളെ, ഇക്കൊല്ലം ഭീകരതയുടെ കനത്ത പ്രഹരം നമുക്ക് നേരിടേണ്ടി വന്നു. കാശ്മീരിൽ അവധി ആഘോഷിക്കാൻ എത്തിയ നിരപരാധികളെ കൂട്ടക്കുരുതി നടത്തിയ ഭീരുത്വം നിറഞ്ഞ മനുഷ്യത്വരഹിതമായ കൊടും ക്രൂരത. ഉരുക്കിന്റെ കരുത്തുള്ള ദൃഢനിശ്ചയത്തോടെ ഭാരതം അതിന് ഉചിതമായ മറുപടി നൽകി. രാഷ്ട്രത്തെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ എന്തു വെല്ലുവിളിയെയും നേരിടാൻ നമ്മുടെ പ്രതിരോധ സേനകൾ സദാ സജ്ജമാണെന്ന് ഓപ്പറേഷൻ സിന്ദൂർ തെളിയിച്ചു. തന്ത്രപരമായ കൃത്യതയോടെയും സാങ്കേതികമായ കഴിവോടെയും അതിർത്തിക്കപ്പുറത്തെ ഭീകരത്താവളങ്ങൾ നമ്മുടെ സൈന്യം തകർത്ത് തരിപ്പണമാക്കി. ഭീകരതയ്ക്കെതിരെയുള്ള മനുഷ്യരാശിയുടെ പോരാട്ടത്തിന്റെ തിളങ്ങുന്ന ഉദാഹരണമായി ഓപ്പറേഷൻ സിന്ദൂർ ചരിത്രത്തിൽ ഇടം പിടിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ തിരിച്ചടിവേളയിൽ ഏറ്റവുമധികം ശ്രദ്ധേയമായൊരു വസ്തുത രാഷ്ട്രമൊന്നാകെ അതിനു പിന്നിൽ ഐക്യത്തോടെ ഒറ്റക്കെട്ടായി അണിനിരന്നു എന്നതാണ്. നമ്മുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിച്ചവർക്കുള്ള ഏറ്റവും കൃത്യമായ മറുപടിയുമായിരുന്നു ഈ ഐക്യം. ഭാരതത്തിന്റെ നിലപാടിനെപ്പറ്റി ലോകരാഷ്ട്രങ്ങൾക്ക് വിശദീകരണം നൽകുന്നതിനായി നാം നിയോഗിച്ച വിവിധ പാർട്ടികളിൽപ്പെട്ട പാർലമെന്റ് അംഗങ്ങളുടെ പ്രതിനിധി സംഘങ്ങളും രാഷ്ട്രത്തിന്റെ ഐക്യത്തെ വിളംബരം ചെയ്തു. ഇക്കാര്യത്തിൽ രാഷ്ട്രത്തിന്റെ നിലപാട് ലോകം ശ്രദ്ധിച്ചു. ഭാരതം ഒരിക്കലും ആക്രമണകാരിയല്ല. അതേസമയം നമ്മുടെ പൗരജനങ്ങളുടെ സുരക്ഷ കാക്കാനും പ്രതിരോധം തീർക്കാനും തിരിച്ചടിക്കാൻ നാം മടിക്കുകയുമില്ല. പ്രതിരോധ മേഖലയിലെ ആത്മനിർഭർ ഭാരത് ദൗത്യത്തിന്റെ ഉദാഹരണം കൂടിയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. നാം ഇക്കാര്യത്തിൽ ശരിയായ പാതയിലാണെന്ന് ദൗത്യഫലം തെളിയിച്ചു. നമ്മുടെ സുരക്ഷാ ആവശ്യകതകൾ നിറവേറ്റുന്നതിനായി നമ്മുടെ തദ്ദേശീയ നിർമ്മാണ മേഖല ഉദ്ദേശിക്കപ്പെട്ട തലത്തിൽ കാര്യക്ഷമത കൈവരിക്കുകയും സ്വയം പര്യാപ്തത നേടുകയും ചെയ്തിരിക്കുന്നു. സ്വാതന്ത്ര്യലബ്ധിക്കു ശേഷമുള്ള പ്രതിരോധ ചരിത്രത്തിലെ നാഴികക്കല്ലുകളായിത്തീരുന്ന നേട്ടങ്ങളാണിവ. പ്രിയപ്പെട്ട സഹപൗരജനങ്ങളെ, പരിസ്ഥിതി സംരക്ഷണത്തിനായി ആവുന്നതൊക്കെ ചെയ്യണമെന്ന് നിങ്ങളോട് ആഹ്വാനം ചെയ്യാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കട്ടെ. കാലാവസ്ഥാ വ്യതിയാനത്തോടുള്ള പ്രതികരണമായി നമ്മളും മാറേണ്ടിയിരിക്കുന്നു. നമ്മുടെ ശീലങ്ങൾ മാത്രമല്ല, നമ്മുടെ ലോകവീക്ഷണവും മാറേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഭൂപ്രദേശം, നദികൾ, പർവ്വതങ്ങൾ, ജന്തുസസ്യജാലങ്ങൾ എന്നിവയുമായുള്ള നമ്മുടെ ബന്ധം പരിവർത്തനം ചെയ്യപ്പെടണം. എല്ലാവരുടെയും സംഭാവനകളോടെ പ്രകൃതി നിയമത്തിനനുസൃതമായി ജീവസുറ്റ ഒന്നായി നമ്മുടെ ഗ്രഹത്തെ നമ്മൾ നമുക്ക് ശേഷവും അവശേഷിപ്പിക്കണം. പ്രിയപ്പെട്ട സഹപൗരജനങ്ങളെ, നമ്മുടെ അതിർത്തി കാക്കുന്ന സൈനികരും പോലീസും കേന്ദ്ര സായുധ പോലീസ് സേനയും സവിശേഷമായി എൻ്റെ മനസ്സിലുണ്ട്. നീതിന്യായ സംവിധാനത്തിലെയും സിവിൽ സർവീസിലെയും അംഗങ്ങൾക്ക് ഞാൻ ആശംസകൾ നേരുന്നു. നമ്മുടെ വിദേശകാര്യ ദൗത്യങ്ങളുമായി മറ്റു രാജ്യങ്ങളിൽ കഴിയുന്ന ഭാരതീയ ഉദ്യോഗസ്ഥർക്കും
പ്രവാസി ഭാരതീയർക്കും എൻ്റെ സ്വാതന്ത്ര്യദിനാശംസകൾ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഞാൻ സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്നുകൊള്ളുന്നു. നന്ദി. ജയ് ഹിന്ദ്, ജയ് ഭാരത്. 79ാമത് സ്വാതന്ത്ര്യദിനത്തിൻ്റെ പൂർവ്വസന്ധ്യയിൽ രാഷ്ട്രപതി ശ്രീമതി ദ്രൗപദി മുർമു രാഷ്ട്രത്തോടായി നടത്തിയ പ്രക്ഷേപണത്തിൻ്റെ മലയാള പരിഭാഷയാണ് ഇതുവരെ കേട്ടത്.